അലി 28 മലയാളികൾ, അവരിലേക്ക് നമുക്ക് ഫോൺ കോളായി ഇതുവരെ എത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഡ്രൈവറെ ബന്ധപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൽ വലിയ ആശ്വാസമുണ്ട്. മാത്രമല്ല സേന അവരെ ലൊക്കേറ്റ് ചെയ്തു എന്നറിയുമ്പോഴും ഇനി അവരെ എളുപ്പത്തിൽ രക്ഷിക്കാൻ കഴിയുമെന്നല്ലേ നമ്മുടെ പ്രതീക്ഷ അലി? റോഷ്നി, തീർച്ചയായും വലിയ ആശങ്ക ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. 28 മലയാളികൾ, 20 മുംബൈ മലയാളികൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് പോയ 8 പേർ ഉൾപ്പെടെ 28 മലയാളികളായിരുന്നു ഈ സംഘത്തിൽ കുടുങ്ങിയത്. ഇവരുമായി ഒരു തരത്തിലും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. ഇന്നലെ രാവിലെ 8:30ക്കാണ് ഉത്തരകാശിയിൽ നിന്നും ഈ ഗംഗോത്രിയിലേക്ക് പോവുകയാണ് എന്ന് കുടുംബങ്ങളെയെല്ലാം ഈ യാത്രാ സംഘം വിളിച്ചറിയിക്കുന്നത്. പിന്നീട് ഇവരുമായി ഒരു തരത്തിലും ബന്ധപ്പെടാൻ കുടുംബങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അല്പസമയം മുമ്പ് മാത്രമാണ് ഈ വാഹന വ്യൂഹത്തിലെ ഡ്രൈവറെ കണക്ട് ചെയ്യാൻ സാധിച്ചു എന്ന് മലയാളി സമാജം പ്രസിഡന്റ് വിളിച്ചറിയിച്ചത്. ആ ഡ്രൈവറെ കണക്ട് ചെയ്തു, എല്ലാവരും സേഫ് ആണെന്ന് ഡ്രൈവറിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കാൻ സാധിച്ചു. മറ്റ് അപകടങ്ങളൊന്നും വാഹനത്തിലുള്ള 28 പേർക്കുമില്ല. എല്ലാവരും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ സുരക്ഷിതരാണ്. പക്ഷേ ഈ വാഹനം നിൽക്കുന്നത് ഈ അപകടമുണ്ടായതിന് 4 കിലോമീറ്റർ മാത്രം ദൂരെയാണ്. അത്രയും അടുത്താണ് ഈ വാഹനമുള്ളത്. ഈ ഗംഗോത്രിക്ക് സമീപത്ത് വെച്ചാണ് ഈ തരത്തിൽ ഇവർ കുടുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് റെസ്ക്യൂ ഓപ്പറേഷൻ പൂർത്തിയാക്കാതെ ഈ വാഹനം ഇവിടെ നിന്ന് നീക്കുക എന്ന് പറയുന്നത് പൂർണ്ണമായും അസാധ്യമാണ്. ഇനി അത്തരത്തിൽ സാധ്യമാകാതെ വരികയാണ് എങ്കിൽ എയർലിഫ്റ്റ് ചെയ്യുമെന്ന് ഇതിനോടകം തന്നെ ഡിഫൻസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അത്തരത്തിൽ എയർലിഫ്റ്റ് ചെയ്യണമെങ്കിലും ഈ പ്രദേശം കുറച്ച് ക്ലീൻ ആക്കി എയർലിഫ്റ്റ് ചെയ്യാൻ സാധ്യമാകുന്ന നിലയിലേക്ക് എത്തിച്ചാൽ മാത്രമേ എയർലിഫ്റ്റിക്കും സാധ്യമാവുകയുള്ളൂ. മറ്റൊരു അറിയേണ്ടതുണ്ട്.